എന്തൊക്കെയാണ് ഈ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടാവുക? നമ്മളുടെ അടുത്ത് ഒരു 6 തൊട്ട് 8 മാസത്തെ കറണ്ട് അഫയേഴ്സ് ബാക്കിലേക്ക് ചോദിച്ചു കാണുന്നുണ്ട് അല്ലെ? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വൈശാഖ് മാധവൻ. നമുക്ക് SBI ക്ലർക്ക് നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. SBI ഇനി 2026 ഇത്രയ്ക്കധികം ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് വേക്കൻസീസ് ഒക്കെ വരാൻ പോകുന്നു എന്നുള്ള ന്യൂസും റിക്രൂട്ട്മെന്റ്സ് ഒരുപാട് നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളുടെ ചാനലിലുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടും കാണും. ഓക്കെ, അപ്പൊ ഇനി നമ്മളുടെ ലക്ഷ്യം എന്താണ്? SBI ക്ലർക്ക് ആയിട്ട് ഒരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എക്സാം എങ്ങനെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം, എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ SBI ക്ലർക്കായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള തുടക്കക്കാർക്കും അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റാതെ പ്രിലിംസ് വീണ് പോകുന്നവരുണ്ടാവാം, മെയിൻസ് വീണ് പോകുന്നവരുണ്ടാവാം, അവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. SBI ക്ലർക്ക് 2026 എക്സാം സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തറിയണം? SBI ക്ലർക്ക് എക്സാം ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്? സാധാരണ ബാങ്ക് എക്സാമുകൾ നടക്കുന്ന പോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, പ്രിലിംസ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഇതൊരു ക്വാളിഫൈങ് നേച്ചറാണ്. എന്താണ്? നമ്മൾ ഇവിടെ എക്സാം എഴുതുന്നു, എക്സാമിൽ അവർ വേക്കൻസി നോക്കിയിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കുന്നു. കട്ട് ഓഫ് ജനറലിന്, OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിനും എല്ലാവർക്കും കട്ട് ഓഫിൽ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, ഈ കട്ട് ഓഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ മാത്രമാണ്, വിജയിച്ചാൽ മാത്രമാണ്, അവർ പറയുന്ന കട്ട് ഓഫ് മാർക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? മെയിൻസ് എഴുതാനുള്ള പെർമിഷൻ കിട്ടുക. ക്ലിയർ ആണല്ലോ? സോ മെയിൻസിലെ മാർക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന മെയിൻസിലെ മാർക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ മെയിൻസിലെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാം? റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് അതൊരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. ഓക്കെ, മെയിൻസിലെ മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യാം? ജോലിയിലേക്കുള്ള ചവിട്ടുപടി ആയിട്ടുള്ളത്. എന്താണ് മൂന്നാമത്തെ സ്റ്റേജ്? നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെയുള്ള ഒരു കാര്യമാണ് LPT, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നാണ് അതിനെ പറയാം. LPT നമ്മളുടെ ക്ലർക്ക് എക്സാമുകൾ എല്ലാം സ്റ്റേറ്റ് വൈസ് ആണ്. ഇപ്പൊ കേരളത്തിലാണ് വേക്കൻസി വരിക, തമിഴ്നാട്ടിലുണ്ടാവും, കർണാടകയിലുണ്ടാവും, മഹാരാഷ്ട്ര, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലാണ് നമുക്ക് എന്തുണ്ടാവുക? വേക്കൻസി വരിക. അപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുള്ള കാര്യങ്ങളാണ് മലയാളം, അല്ലെ? മലയാളം എന്താണ്? എഴുതാനും വായിക്കാനും അറിയുമോ എന്നുള്ള ടെസ്റ്റാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ഇപ്പൊ ചില ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് വേക്കൻസി കൂടുതൽ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാറുണ്ട്. വളരെ ഈസി ആയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? LPT പഠിച്ച് എഴുതുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടും സാധിക്കണം എന്നില്ല കേട്ടോ. അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ LPT നിങ്ങൾ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ കർണാടകയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് LPT പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജോലി ലഭിക്കുള്ളൂ. ഇപ്പൊ പ്രിലിംസ് പാസ്സാവണം, ക്വാളിഫൈങ് നേച്ചർ ആണ്, മെയിൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്, അതിനുശേഷം വരുന്നതാണ് എന്ത്? LPT. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രിലിംസ് എക്സാം പാറ്റേൺ എന്ന് പറയും. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പ്രിലിംസ് നടക്കുന്നത് 100 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ എത്രയാണ്? 100 മാർക്കിലാണ് എക്സാം. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. റീസണിങ് എബിലിറ്റി, റീസണിങ് ആണ്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യനും QAയും ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻ വെച്ച് 100 ക്വസ്റ്റ്യൻ ആണ്. 30 മാർക്ക്, 35 മാർക്ക്, 35 മാർക്ക്, ടോട്ടൽ 100ലാണ് മാർക്ക് വരുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. എല്ലാത്തിനും 20 മിനിറ്റ് വെച്ചാണ് ടൈം. അതിനർത്ഥം നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചെയ്യണം.
അതിനുശേഷമേ അടുത്ത പാർട്ടിലേക്ക് പോകുള്ളൂ, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് പോകുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യാണ് 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാലും ബാക്കി 5 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കണം. അങ്ങനെ സാധിക്കാറില്ല എന്നിരുന്നാൽ കൂടി ഒരു കാര്യം പറഞ്ഞതാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് റീസണിങ്ങിലേക്ക് പോവാണ്. അത് 20 മിനിറ്റ്. ഈച്ച് ടെസ്റ്റ് വിൽ ഹാവ് എ സെപ്പറേറ്റ് ടൈമിംഗ് ആസ് മെൻഷൻ ബിലോ. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/4 ആണ്. 1 മാർക്ക് ആണെങ്കിൽ അതിന്റെ 1/4 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നോ മിനിമം ക്വാളിഫൈങ് മാർക്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഓർ അഗ്രിഗേറ്റ് സ്കോർ. സെക്ഷൻ വൈസ് മാർക്ക് വിൽ നോട്ട് ബി മെയിൻറ്റെയിൻ. അതായത് ക്ലർക്കൽ എക്സാമുകൾക്ക് നമുക്ക് എന്തില്ല, പ്രിലിംസിന് എന്തില്ല, സെക്ഷണൽ വൈസ് കട്ട് ഓഫ് ഇല്ല. അതായത് ഇംഗ്ലീഷിന് ഒരു കട്ട് ഓഫ്, മാത്സിന് ഒരു കട്ട് ഓഫ്, റീസണിങ്ങിന് ഒരു കട്ട് ഓഫ്, അങ്ങനെ കട്ട് ഓഫ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ക്വാളിഫൈങ് നേച്ചർ ആണ്. ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിലേക്കുള്ള പ്രവേശനം കിട്ടും അല്ലെ? നിങ്ങൾ മെയിൻസിലേക്ക് നിങ്ങൾ കടന്നു. മെയിൻസിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ജനറൽ അവയർനെസ് ഉണ്ട്, GA 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ഇൻഡിവിജ്വൽ ടൈമിംഗ് എത്രയാ? 35 ആണ്. ജനറൽ ഇംഗ്ലീഷ് ആണ്, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 35 മിനിറ്റ് ആണ് ഇൻഡിവിജ്വൽ ടൈമിംഗ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 45 മിനിറ്റ് ആണ് ഇൻഡിവിജ്വൽ ടൈമിംഗ്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ, അതിൽ 60 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ ചില ക്വസ്റ്റ്യന് മാർക്ക് കൂടുതലുണ്ടാവും. 45 മിനിറ്റ് ആണ് ടൈം. സോ ടോട്ടല് 190 ക്വസ്റ്റ്യൻ 200 മാർക്കില് 2 hours 40 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് നമുക്ക് ആകെ എക്സാമിനായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ. അപ്പൊ GA ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, QA ഉണ്ട്, റീസണിങ് എബിലിറ്റി ഓർ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈച്ച് ടെസ്റ്റ് വിൽ ഹാവ് എ സെപ്പറേറ്റ് ടൈമിംഗ് ആൻഡ് മെൻഷൻ ബിലോ. ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. There will be negative marks for wrong answers in objective test. ഇവിടെയും നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/4 തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് ചില ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് കൂടുതൽ ഉണ്ടാവാം. നമുക്ക് എത്ര മാർക്കാണ്, 1 മാർക്ക് തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര മാർക്കാണോ ആ ക്വസ്റ്റ്യൻ ഉള്ളത് അതിന്റെ 1/4 എന്താണ്? 1/4 എന്താണ്? കട്ട് ചെയ്ത് കളയും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടുമോ? കിട്ടിയെന്ന് 1/4 പോവില്ല. പിന്നെ എന്താണ്? മിനിമം സ്കോർ പെർസെൻറ്റേജ് മാർക്സ് അഗ്രിഗേറ്റ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെയും സെക്ഷണൽ വൈസ് മാർക്സ് വിൽ നോട്ട് ബി മെയിൻറ്റെയിൻ. ടോട്ടൽ കട്ട് ഓഫേ ഉള്ളൂ, സെക്ഷൻ വൈസ് മാർക്സ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വിൽ നോട്ട് ബി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെയിൻസ് എക്സാമിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് LPT പോവാം. LPT പോവുകയാണെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. പ്രൊവിഷണലി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് നോട്ട് ഹാവിംഗ് സ്റ്റഡീഡ് എനി ഓഫ് ദി സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് അപ്ലൈഡ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നിങ്ങൾ ഈ സബ്ജക്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു അപ്പിയർ ഇൻ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, LPT എന്ന് പറയും, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ദ പാറ്റേൺ ഓഫ് ദ ടെസ്റ്റ് വിൽ ബി ആസ് ഫോളോസ്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ 10ാം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ടുണ്ട്, 12ാം ക്ലാസ്സിൽ നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മലയാളം മീഡിയം പഠിച്ചവർക്കാണെങ്കിൽ എൻ്റെ ആവശ്യമൊന്നുമില്ല, ആ സബ്ജക്റ്റ് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ എന്താണ്, ചിലപ്പോൾ CBSE പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ചിലപ്പോൾ പഠിക്കാത്തവരുണ്ടാവാം, കേരളത്തിന് പുറത്ത് പഠിച്ചവരുണ്ടാവാം. അവര് 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റിലെ മലയാളം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് പാസ് എഴുതണം. അതല്ല നിങ്ങൾ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തമിഴ് പഠിച്ചിട്ടുണ്ടാവൂ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെയും നിങ്ങൾ അത് എഴുതണം. അപ്പൊ അവിടെ എന്താണ്, നോൺ വെർബൽ ടെസ്റ്റ് ആണ്. അപ്പൊ എന്താണ്, ഒബ്ജക്റ്റീവ് ഒരു 3 നമ്പർ ഓഫ് പാസേജ് 3 ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. സബ്ജക്റ്റീവ് ഒരു 3 ക്വസ്റ്റ്യൻ 15 മാർക്ക്, 15 ക്വസ്റ്റ്യൻ ആണ്, 15 മാർക്കാണ് നമ്പർ ഓഫ് പാസേജ് വരുന്നത്. അപ്പൊ ഈ ടെസ്റ്റിന്, പിന്നെ വെർബൽ ടെസ്റ്റിന് നമുക്ക് 20 വരുന്നുണ്ട് കേട്ടോ, വെർബൽ ടെസ്റ്റിന്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ആ ലാംഗ്വേജിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതല്ല ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണോ അല്ലെങ്കിൽ കർണാടകയിലാണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവാൻ പറ്റും. അത് ഇമ്പോർട്ടന്റ് ആണ്. LPT കൂടി പാസ്സായാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ജോലി കിട്ടുള്ളൂ. LPT കൂടി പാസ്സായാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ജോലി കിട്ടുള്ളൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പ്രിലിമിനറി എക്സാം പാസ്സാവണം, മെയിൻസ് പാസ്സാവണം, അതിനുശേഷം LPT. ക്ലിയർ അല്ലേ? ഓക്കെ. ഇതാണ് നമ്മളുടെ എക്സാമിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അത് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QAയിലേക്ക് വരാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ബേസിക്സ് ആണ്. സിലബസ് മൊത്തം നമ്മൾ അറിയണം.
ഇപ്പൊ നമുക്ക് പ്രിലിംസ് ആണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ സീരീസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ പഠിക്കണം. അതിനുശേഷം വരുന്നതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ടു 10 to 15 ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് വരാം. 35 ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞേ. അരിത്തമെറ്റിക് പ്രോബ്ലംസ്, ഇതിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ടോട്ടൽ എല്ലാ ആൾക്കാരും വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബിലിറ്റി, പെർമ്യൂട്ടേഷൻ, മെൻസ്ട്രേഷൻ തുടങ്ങിയ എല്ലാ ആൾക്കാരും വരുന്നത് ഈ അരിത്തമെറ്റിക്കിലാണ്. അതിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാം. അപ്പൊ ഇവിടെ രണ്ടുപേരും കൂടി ഏകദേശം ഒരു 25 ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് കാണും. ഓക്കെ, ദെൻ ബാക്കി സിംപ്ലിഫിക്കേഷനിൽ നിന്നും നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിന്നൊക്കെ ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. സിലബസിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ വരുന്ന സിലബസ് എന്തായാലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, അത് മിസ്സിംഗ് ഉണ്ട്, റോങ് നമ്പർ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ടേബിൾ, ബാർ, ലൈൻ, അരിത്തമെറ്റിക് പ്രോബ്ലംസ് വരുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ പ്രിലിംസിന് വേണ്ടിയും പഠിക്കണം. അതേപോലെ മെയിൻസിലേക്ക് വരുമ്പോഴും നമ്മൾ ഇത് ബേസിക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പ്രിലിംസ് എക്സാം ഒരു രീതിയിലാണ് നടക്കുന്നതെങ്കിൽ മെയിൻസ് വേറൊരു രീതിയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ബേസിക് ഫൗണ്ടേഷൻ എല്ലാം സെയിം ആണ്, ഫുള്ള് സെയിം ആണ്. അപ്പൊ നമ്മൾ സിലബസ് ഫുൾ എന്തായാലും കവർ ചെയ്യണം. അതിന് എന്തായാലും നിങ്ങൾക്ക് ഒരു 3 മാസം മിനിമം നിങ്ങൾ സിലബസ് കവർ ചെയ്യാനായിട്ട് എടുക്കും. അതായത് QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റായിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? ഇത്ര കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നേ. ഇനി നമുക്ക് അടുത്തത് ഇതെങ്ങനെ പഠിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള സ്ട്രാറ്റജി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ കാണിച്ചു തന്നു, പ്രിലിംസിനും മെയിൻസിനും നമുക്ക് ടൈം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 35 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് 20 മിനിറ്റ് ആണ് അവിടെ ടൈം കാണുന്നത് അല്ലേ. 1 മിനിറ്റ് പോലും ഇല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സ്പീഡാണ്, മാത്സിന്റെ സ്പീഡ്. അപ്പൊ കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് ഒരുപാടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ, മൈൻഡ് കാൽക്കുലേഷൻസ്, ഡിജിറ്റ് സം തുടങ്ങിയ ഒട്ടനവധി മെത്തേഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ്, മാത്സിലെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം. സ്ക്വയർസ്, ക്യൂബ്സ് പഠിക്കണം. അതേപോലെ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഒട്ടനവധി മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് ആക്കണം. സ്പീഡ് മാത്സ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളൊരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റിനേക്കാൾ ഉപരി അത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്കിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ആൻസർ കറക്റ്റ് കിട്ടണം. അപ്പൊ നമുക്ക് ടൈം ആണ് ഇമ്പോർട്ടന്റ്. വിത്തിൻ ടൈം നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് അതിൽ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഓൺ DA അരിത്തമെറ്റിക്. ഞാൻ പറഞ്ഞു 25% ക്വസ്റ്റ്യൻ 35 ഇതിൽ നിന്ന് വരും. അതായത് മെജോറിറ്റി എബോവ് 50%, 60% വെയിറ്റേജ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്നും അരിത്തമെറ്റിക് പ്രോബ്ലംസിൽ നിന്നാണ്. അത് നമ്മൾ സെറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ചില ആൾക്കാർക്ക് ഉള്ളതാണ്, ചെറുതായിട്ട് അവർ ബേസ് ഒക്കെ പഠിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും. അതൊരിക്കലും പാടില്ല. സിലബസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ബേസ് പഠിക്കുമ്പോൾ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അത് കഴിഞ്ഞാൽ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക, ദെൻ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജി പാറ്റേൺ എപ്പോഴും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, ബേസ്, മോഡറേറ്റ്, ഹൈ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ദെൻ നമുക്ക് ടാർഗറ്റ് 20 to 26 ക്വസ്റ്റ്യൻസ് വിത്ത് ഹൈ ആക്യുറസി. എന്താണ് ഹൈ ആക്യുറസി എന്ന് പറയുന്നത്? ആക്യുറസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല, അത് 100ഉം എന്തായിരിക്കണം, ശരിയാവണം. അപ്പൊ നിങ്ങൾ 26 ക്വസ്റ്റ്യൻ എഴുതാണെങ്കിൽ 26 ക്വസ്റ്റ്യനും ശരിയാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. അതല്ല 35 ക്വസ്റ്റ്യനും ചെയ്ത് അതിൽ 20 ക്വസ്റ്റ്യൻ ശരിയാക്കണേക്കാൾ നല്ലത് ഒരു 26 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 22 to 20 to 26 ആണ് നമ്മുടെ മിനിമം മാക്സിമം. പക്ക പെർഫെക്റ്റ് ആയിട്ട് തെറ്റാതെ നെഗറ്റീവ് മാർക്ക് പോലും അവിടെ വരില്ല. നമ്മൾ 26 ക്വസ്റ്റ്യൻ കറക്റ്റായി 26 മാർക്ക് നമുക്ക് ഇങ്ങോട്ട് പോന്നു. 35 ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി അതിൽ 25 എണ്ണേ ശരിയായുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 23 എണ്ണേ ശരിയായിട്ടുള്ളൂ, അപ്പൊ എത്രയാ, 12 എണ്ണം തെറ്റി, 12/4 3 മാർക്ക് പോയി. അപ്പോൾ 24 മാർക്ക് നിങ്ങൾ ശരി, അല്ലെങ്കിൽ 23 മാർക്ക് ശരിയായിട്ട് കിട്ടി. അതിൽ നിന്ന് 3 മാർക്കും പോയാൽ 20 മാർക്കല്ലേ വരാം. സോ 26 അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളെങ്കിൽ കൂടി അത് കറക്റ്റ് ആക്കണം. ഓക്കെ,
അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? കാൽക്കുലേഷൻ സ്പീഡ് വിത്ത് ആക്യുറസി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് വിത്ത് ആക്യുറസി, സ്പീഡ് വിത്ത് ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പീഡ് വിത്ത് ആക്യുറസി. ഓക്കെ അല്ലേ? അപ്പൊ ക്യൂഎയുടെ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. പാസേജുകൾ, ക്ലോസ് ടെസ്റ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എറർ ഡിറ്റക്ഷൻ, പാരാ ജംബിൾസ് ആൻഡ് ഫ്രേസ് റീപ്ലേസ്മെന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെയിൻസിലേക്കായാലും പ്രിലിംസിലേക്കായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഏറ്റവും ഫസ്റ്റ് നമ്മളുടെ ലക്ഷ്യം എന്താണ്? സിലബസ് കംപ്ലീഷൻ ആണ് അല്ലെ? സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ആദ്യം ദിവസം തൊട്ട് തന്നെ QA മാത്രം പഠിച്ച് അത് മൊത്തം കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാന്നല്ല, മിക്സപ്പ് ചെയ്ത് പഠിക്കണം. QA കുറച്ച് പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, റീസണിങ് പഠിക്കുക, ജനറൽ അവയർനെസ് പഠിക്കുക. അങ്ങനെ ഒരു എന്താണ് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഓക്കെ അല്ലേ? അപ്പൊ ഇംഗ്ലീഷിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എറർ ഡിറ്റക്ഷൻ, പാരാ ജംബിൾസ് ആൻഡ് ഫ്രേസ് റീപ്ലേസ്മെന്റ്, ഇത്ര തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്ന ഒരു കാര്യമാണ് എന്ത്? റീഡ് എഡിറ്റോറിയൽസ് ഡെയിലി. ഞാൻ സജസ്റ്റ് ചെയ്യുക ഹിന്ദു പേപ്പറാണ്. ഹിന്ദുവിന്റെ എഡിറ്റോറിയലാണ് ഏറ്റവും ടോപ്പ്. ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് കിട്ടും. ഓക്കെ, നാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ്, അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തും. അപ്പൊ എഡിറ്റോറിയൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഹിന്ദു പേപ്പർ ഡെയിലി വായിക്കുക, ഇംഗ്ലീഷിനും ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ GAക്കും അത് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഉള്ളതാണ് ഇംപ്രൂവ് വൊക്കാബുലറി 10 വേർഡ്സ് പെർ ഡേ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? നിങ്ങൾ ഈ റീഡിംഗ് പാസേജ് ഒക്കെ വരുമ്പോൾ ചില വേർഡ്സ് വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വൊക്കാബുലറി പുതിയ ഒരു 10 വേർഡ്, അറിയുന്ന 10 വേർഡ് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലാതെ ചില പേര് അതിന്റെ മീനിങ് അങ്ങനെയല്ല. നമുക്ക് അറിയാത്ത ഒരു 10 വേർഡ് നിങ്ങൾക്ക് എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ കിട്ടും. അത് ഡിക്ഷണറി നോക്കാം. ഡിക്ഷണറി എന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോണിൽ അടിച്ചു കൊടുത്താൽ മതി അല്ലേ? ഇംപ്രൂവ് വൊക്കാബുലറി ഡെയിലി ഒരു 10 വേർഡ് വെച്ച് എഴുതി വെക്കുക, ഇടയ്ക്ക് വായിച്ചു നോക്കാം. റിവൈസ് ഗ്രാമർ റൂൾസ് റെഗുലർലി. നമ്മൾ ഈ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമർ അല്ലെ? ഗ്രാമർ നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രാമർ റിവൈസ് ചെയ്യണം. അതിന്റെ റൂൾസ് കാര്യങ്ങൾ റെഗുലർലി ആയിട്ട് ഒരു ഇന്റർവെല്ലിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്യണം. ടാർഗറ്റ് ഒരു 25 ക്വസ്റ്റ്യൻസ്, 20 to 25 ക്വസ്റ്റ്യൻസ്. ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിൽ 20 ക്വസ്റ്റ്യനും, എന്തായാലും മിനിമം എളുപ്പമാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ്. അതാണ് 20 to 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? ടാർഗറ്റ് ചെയ്യാൻ പറയുന്നത്. വിത്ത് ആക്യുറസി, സ്പീഡ് ഇവിടെയും ആവശ്യമാണ്. ഇംഗ്ലീഷിൽ നമുക്ക് എന്താണ്? സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് വരുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേറെ ആരല്ല, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അത് വിട്ടിട്ട് ഒരു കളിയില്ല. നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞ പോലെ 20 ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും പ്രിലിംസിന് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. മിനിമം 15 ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും കാണും. ഓക്കെ, പിന്നെ വരുന്നതാണ് സിലോജിസം. ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, അതേപോലെ തന്നെ നമുക്ക് മിസ്ലേനിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻഇക്വാലിറ്റീസ്. അപ്പൊ അതിന്റെയും സിലബസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഫുൾ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഫുൾ സിലബസ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? റീസണിങ്ങിനായാലും നമുക്ക് ഒരുപാട് സമയം പാഴാക്കരുത്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. ക്ലിയർ ആണല്ലോ? റീസണിങ്ങിൽ മെയിൻസിലായാലും നല്ല കട്ടി പസിൽസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രിലിംസിന്റെ ബേസിക് തറവ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മെയിൻസിലെ പഠനം കൂടി അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ അല്ലേ? റീസണിങ്ങിന്റെ സ്ട്രാറ്റജി എന്താ? മാസ്റ്റർ പസിൽസ്. ഫസ്റ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തായാലും ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവണം. അറ്റംപ്റ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് സിലോജിസം ഫസ്റ്റ്. എളുപ്പമുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പഠിച്ചു പോവാം. അവോയ്ഡ് സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ വൺ പസിൽ. പസിലിൽ അധികം സമയം ചെലവഴിക്കാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പസിലിൽ നിന്നും ഉണ്ടെങ്കിൽ കൂടി, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 30 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യന് 180 സെക്കൻഡ്സ്, 30 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ 2.5 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ പസിൽ മൊത്തം ചെയ്ത് കഴിയണം. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പസിൽസ് നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചേ പറ്റൂ. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മിനിമം ബുദ്ധിമുട്ടാണെങ്കിൽ 24, മാക്സിമം എളുപ്പമുണ്ടെങ്കിൽ എളുപ്പമാണെങ്കിൽ 28, 30, 35 ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് നമുക്ക്. അപ്പോൾ 24 to 28 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം വിത്ത് ആക്യുറസി. തെറ്റാൻ പാടില്ല. നെഗറ്റീവ് മാർക്കിംഗ് പരമാവധി ഒഴിവാക്കണം. വിത്ത് ആക്യുറസി നമ്മൾ ഇത് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഓക്കെ അല്ലേ? ടാർഗറ്റ് ചെയ്യണം. സെറ്റാണ്.
ഇംഗ്ലീഷ് പഠിച്ചു നമ്മൾ, അത് ഇംഗ്ലീഷിന്റെ കാര്യം നോക്കി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കി, റീസണിങ് നോക്കി. ക്ലിയർ? ഇനി നമുക്ക് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് എക്സാം വന്നിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും പോസിബിൾ അല്ല കേട്ടോ. അതിനപ്പോൾ നിങ്ങൾക്ക് മെയ്യിലോ ജൂണിലോ എക്സാം വിളിക്കുന്നു കരുതാം. അപ്പൊ ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസം ഉണ്ടെന്ന് കരുതാം. നമുക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാനായിട്ട് ഒരു 3 മാസത്തോളം എടുക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നത്തെ കുറച്ച് കാലഘട്ടം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യണം, അതേപോലെ ആക്യുറസി ഡെവലപ്പ് ചെയ്യണം, ദെൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത്ര സമയം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ ഇറങ്ങാനായിട്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ആലോചിക്കും, പ്രിലിംസ് അല്ലേ ഇമ്പോർട്ടന്റ്, നിങ്ങൾ ആദ്യം പ്രിലിംസ് പാസ്സായിട്ടല്ലേ മെയിൻസ് പഠിക്കേണ്ടത്, സോ എന്തിനാണ് ഞങ്ങൾ ഇപ്പോഴേ മെയിൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരം ഇതാണ്. നമുക്ക് പ്രിലിംസും മെയിൻസും തമ്മിന്റെ പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിങ്ങൾ മെയിൻസിൽ ക്വാളിഫൈ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദിവസവും മെയിൻസും തമ്മിൽ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ജനറൽ അവയർനെസ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഡെയിലി ഹിന്ദു പേപ്പർ വായിക്കാൻ ഞാൻ പറഞ്ഞു, എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞു. ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഒരു ബുക്കിൽ രാത്രി ആയിക്കോട്ടെ, ഒരു 10 മണി സമയമാകുമ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് 1-2 സോഴ്സിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഈ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടാവുക? നമ്മളുടെ അടുത്ത് ഒരു 6 തൊട്ട് 8 മാസത്തെ കറണ്ട് അഫയേഴ്സ് ബാക്കിലേക്ക് ചോദിച്ചു കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഈ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ നാഷണൽ സ്കീംസ്, അതേപോലെ തന്നെ സ്പോർട്സ്, അതേപോലെ ആർട്സ്, അതേപോലെ തന്നെ നമ്മളുടെ ഇവന്റ്സുകള്, സമ്മിറ്റുകള് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡെയിലി കറണ്ട് അഫയേഴ്സിൽ വരും. ഓർബിറ്ററീസ്, അവാർഡ്സ്, അപ്പോയിന്റ്മെന്റ്സ്. അതിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താ? ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. പേപ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നെല്ലാം സ്വീകരിക്കാം. പിന്നെ അവരിപ്പോൾ എടുത്ത് പറയുന്നുണ്ട് RBI കാര്യങ്ങൾ, RBIയുടെ പോളിസികൾ, സർക്കുലേഴ്സ്, RBI റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസുകൾ, അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള GK കാര്യങ്ങൾ, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക് കമ്പ്യൂട്ടർ കൺസെപ്റ്റ് ആണ്. വൺസ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കൺസെപ്റ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊരു സംശയം ചോദിക്കും, സാർ ഞാൻ ഇപ്പോഴേ പഠിക്കണോ? എനിക്ക് എക്സാം മെയിൻസ് അടുത്ത ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ ഈ 12 മാസത്തെ 6 മാസത്തെ പോരെ? പക്ഷെ അതിനിടയിൽ നിങ്ങൾക്ക് എക്സാമുകൾ വരും. ബാങ്ക് എക്സാംസ് ബാക്ക് ടു ബാക്ക് എന്ത് ചെയ്യാറുണ്ട്? നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ എക്സാം എഴുതുന്നത് അപ്പൊ റെഡി ആയിട്ടിരിക്കണം. കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ചു പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, റാങ്കിങ്, ഇന്ത്യക്ക് വേൾഡിലുള്ള ഇപ്പോൾ നമ്മൾ പീസ് ഇൻഡെക്സിലുള്ള റാങ്ക്, അതുപോലെ പാസ്പോർട്ട് ഇൻഡെക്സിൽ എത്രയാണ് റാങ്ക്, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അത് എഴുതി വെക്കാം. ഇപ്പൊ രാത്രി 10 മണി സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ പോണേക്കാൾ മുന്നേ എല്ലാം പഠിച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ച് റിവിഷൻ ഒക്കെ നടത്തും. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് 1, 2, 3 സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ എടുക്കണം കേട്ടോ. ജെനുവിൻ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന സോഴ്സുകളിൽ നിന്ന് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1-ലേറെ സോഴ്സുകൾ എടുക്കാം. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അലർട്ട് ആവും. അപ്പൊ നിങ്ങൾ അത് എഴുതി വെച്ച് നിങ്ങൾ പോവുക. പിറ്റേ ദിവസം കാലത്ത് അതൊന്ന് മറച്ചു നോക്കുക. വീക്ക്ലി വൺസ് അതൊന്ന് റിവൈസ് ചെയ്യാം, മന്ത്ലി വൺസ് ഒന്ന് റിവൈസ് ചെയ്യാം, ഒരു 3 മാസം കൂടുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് സെറ്റ് ആയിരിക്കും. പിന്നെ എന്നാണോ നിങ്ങൾ എക്സാമിന് എഴുതാൻ പോകുന്നത് ഒരു 6 മാസം പിന്നിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് തൊട്ട് ആ മാസത്തിലെ ബാക്കി മുന്നിലുള്ള ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റാ. അതിന് തൊട്ട് മുന്നത്തെ മാസം 4 മാസം വളരെ ഇമ്പോർട്ടൻ്റാ. ഇപ്പൊ ഒരു 8 മാസം വരെയുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് ആണ്, അതായത് ഈ ജനറൽ അവയർനെസ് ആണ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആള്. കാരണം ഈ മറ്റുള്ള, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, QE അറിയാത്ത ഒരാള്, അതേപോലെ റീസണിങ് അറിയാത്ത ഒരാൾ, ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ പ്രിലിംസ് കയറി വരില്ല. അപ്പൊ അവർക്ക് എന്തായാലും അവർ എന്ത് ചെയ്യും? മെയിൻസിനെ QEയിലും റീസണിങ്ങിലും ഇംഗ്ലീഷിലും പെർഫോം ചെയ്യും. അപ്പൊ അവർക്ക് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതും നമ്മൾക്ക് അതിലൊരു 10 മാർക്ക് കൂടുതൽ കിട്ടാനും സഹായിക്കുന്ന ആളാണ് ജനറൽ അവയർനെസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാങ്കിങ് മേക്ക് ഫാക്ടർ ആണ്. ഇവനാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. ദെൻ ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഇത് എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, മിനിമം നിങ്ങൾ ഒരു 4 മണിക്കൂർ പഠിക്കണം. 4 മണിക്കൂർ തുടക്കക്കാരാവും.
അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ. റീസണിങ്ങിനും നിങ്ങൾ കൊടുത്തു ഒരു 1.5 മണിക്കൂർ. ഓക്കെ, ഇംഗ്ലീഷിന് ഒരു 45 മിനിറ്റ് കൊടുക്കുക. GK ഞാനൊരു 30 മിനിറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഇന്ന് ഫുള്ള് ഞാൻ ഇരുന്ന് QA പഠിച്ചോ, കാര്യമില്ല. QA നിങ്ങൾക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് മാത്രം നാളെ റീസണിങ് മാത്രം പഠിച്ചു, അങ്ങനെ പാടില്ല. നമ്മൾ മിക്സപ്പ് ചെയ്ത് പഠിക്കണം. QA പഠിക്കുക, ഇന്ന് ഞാൻ സിംപ്ലിഫിക്കേഷൻ ആണ് പഠിക്കണമെങ്കിൽ അത് അടിപൊളിയായിട്ട് പഠിക്കുക. പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്ഷണൽ മോക്കുകൾ ചെയ്യണം. അതായത് സിംപ്ലിഫിക്കേഷൻ ഒരു 10 ക്വസ്റ്റ്യൻ 5 മിനിറ്റ് സമയം ടൈം വെച്ച് എന്ത് ചെയ്യാം? നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ടൈം വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വിത്തിൻ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ലെവൽ കൂടി കൂടി വരിക. റീസണിങ് ആയാലും ഒരു 10ൽ ഇത്ര സമയം മാത്രം വെച്ച് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത്ര ഒരു ക്യൂസ് എടുക്കുക. 10 മാർക്കിന്റെ ക്യൂസ് എടുത്തു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം കൊടുക്കുക. GKയും അതേപോലെ തന്നെ ഡെയിലി GKയുടെ ക്യൂസുകൾ ഇപ്പൊ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അന്നത്തെ GKയുടെ ക്യൂസുകൾ അവൈലബിൾ ആയിരിക്കും. അതും നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഈ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആ. മോക്ക് അനാലിസിസ്. എന്താണ് മോക്ക് അനാലിസിസ്? നമ്മൾ എന്തിനാണ് ഈ ഡെയിലി ക്യൂസുകളും കാര്യങ്ങളും മോക്കൊക്കെ ചെയ്യുന്നത്? ഫുൾ മോക്ക് ചെയ്യാൻ വരട്ടെ, അവിടേക്ക് നമ്മൾക്ക് എത്താം. നമ്മൾ ഇപ്പൊ ഒരു ക്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ സെക്ഷണൽ വൈസ് ക്യൂസ് ചെയ്തു. 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 5 മിനിറ്റ് സമയം കൊടുത്തിട്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഒരു പസിൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ല, നമ്മളുടെ വീഴ്ചയാണ്. ഇംഗ്ലീഷ് നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, നമ്മളുടെ വീഴ്ചയാണ്. നിങ്ങൾ ഈ അനാലിസിസ് നടത്തണം. എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ മാർക്ക് കിട്ടാതിരുന്നത് എന്ന കാര്യം നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് ഇംപ്രൂവ് ചെയ്യണം. അത് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു മാർക്ക് കുറയുന്ന പോർഷൻ വളരെ അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മോക്ക് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു സമയം നിങ്ങൾ ഡെയിലി മാറ്റി വെക്കണം. ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. ആഴ്ചയിൽ ഒരു വട്ടമൊന്നുമല്ല, ഡെയിലി തന്നെ ചെയ്യാം. നമ്മളുടെ വീക്ക്നെസ് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എവിടെ വീണ് പോകുന്നു എന്ന് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഓക്കെ അല്ലേ? ഡെയിലി സ്റ്റഡി പ്ലാൻ ഞാനിത് മിനിമം ആണ് പറഞ്ഞത്. ജോലിക്ക് പോണവരുണ്ടാവാം, അവരെല്ലാവരും ഇത്ര സമയം ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ബാക്കിയുള്ള ആൾക്കാർ 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ നിങ്ങൾ ഇഷ്ടമുള്ള അത്ര സമയം പഠിച്ചു, നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര പഠിച്ചു. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? അത്യാവശ്യം നന്നായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സമയം മാത്രം മാറ്റി വെക്കാം. ക്ലിയർ അല്ലേ? ഡെയിലി സ്റ്റഡി പ്ലാൻ ഒരുവിധം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് പ്ലാൻ. അപ്പൊ ഞാൻ സെക്ഷണൽ ക്യൂസുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് ഫുൾ മോക്കാണ്. അതായത് 20+ പ്രിലിംസ് മോക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എക്സാമിന് പോണേക്കാൾ മുന്നേ. ഞാനൊരു മിനിമം ആണ് പറഞ്ഞത്. ഒരു 25-30 മോക്കുകൾ നിങ്ങൾ ചെയ്യണം. ഡെയിലി ഒരെണ്ണം വെച്ച് പ്രിലിംസ് ചെയ്യുകയാണെങ്കിൽ മാസം 30 എണ്ണം ചെയ്യും. അതായത് ഒരെണ്ണത്തിൽ 100 ക്വസ്റ്റ്യൻ, 30 എണ്ണം ചെയ്താൽ 3000 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് മോക്ക് 20+ പ്രിലിംസ് മോക്സ് ആണ്. നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രിലിംസിന് നന്നായിട്ട് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻസിന്റെ പഠനവും കൂടെ കൊണ്ടുപോകണം. മെയിൻസിലെ ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ഉണ്ട് അല്ലെ? പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. GA വരുന്നുണ്ട്. GA നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ മെയിൻസിന്റെ എന്ത് ചെയ്യണം? പഠനവും കൂടെ കൊണ്ടുപോകണം. ആഴ്ചയിൽ ഒരു 2-1 ടെസ്റ്റ് എന്തായാലും മെയിൻസ് ചെയ്തേ പറ്റുള്ളൂ. ഫുൾ മോക്ക് ചെയ്യണേക്കാൾ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയും നമുക്ക് എന്തുണ്ട്? സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. സെക്ഷണൽ മോക്കുകൾ മെയിൻസിലും നിങ്ങൾ ചെയ്യണം. മെയിൻസിൽ പഠിക്കുക, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിന്റെ ബേസിക് കാര്യങ്ങളും മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതാ. പക്ഷെ എന്ത് ചെയ്യണം? ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതും സെക്ഷണൽ മോക്കുകൾ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ സെക്ഷണൽ മോക്കുകൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എല്ലാം ചെയ്ത് സെറ്റ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം? ഫുൾ മോക്കിലേക്ക് കടക്കുക. അപ്പൊ നമുക്കൊരു 3 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലബസ് കവർ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 1 മന്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡും ആക്യുറസിയും ഡെവലപ്പ് ചെയ്യും. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഫുൾ മോക്കുകൾ തന്നെ ചെയ്യാം. ജനറൽ അവയർനെസ്സും അതിന്റെ കൂടെ പഠിച്ചു പോകണം. GAയും എന്ത് ചെയ്യണം? അതിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോവാം.
അപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, GAയും അതിന്റെ കൂടെ ഡെയിലി പഠിച്ചിട്ട് പോവാ. അനാലിസിസ് എവരി ടെസ്റ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ചുമ്മാ ടെസ്റ്റ് എഴുതിയാൽ പോരാ, അത് എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. എവിടെയാണ് നിങ്ങൾ വീണ് പോയത്? എനിക്കിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് പറയുന്ന ജനറൽ അവയർനെസ്സിലാണെങ്കിൽ ഞാൻ പഠിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും എന്റെ തെറ്റുന്നുണ്ട്, ഞാൻ പഠിച്ചത് ശരിയല്ല, അവിടെ ഒന്നും കൂടി നന്നായിട്ട് ഞാൻ എഫേർട്ട് ഇടണം, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ കറക്റ്റ് സെറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് അനാലിസിസും എന്ത് ചെയ്യണം, കൂടെ ചെയ്ത് പോണം. ഓക്കെ, ദെൻ നമുക്ക് മോക്ക് ടെസ്റ്റിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്റ്റാർട്ട് വിത്ത് എ സെക്ഷണൽ മോക്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്ഷണൽ മോക്കുകളാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഇന്ന് ആദ്യത്തെ ദിവസം ഞാൻ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ പഠിച്ചു, നേരെ പോയിട്ട് ഫുൾ മോക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സിലബസ് ഫുള്ള് കവർ ചെയ്യണം. ഒരു 50% നിങ്ങളുടെ സിലബസ് കവർ ആയതിനു ശേഷം 50% എന്താണ് സിലബസ് കവർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫുൾ മോക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? അറ്റംപ്റ്റ് 2 to 3 ഫുൾ മോക്ക് പെർ വീക്ക് എന്നാണ് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്തോ, കിട്ടുന്ന സമയമെല്ലാം എന്ത് ചെയ്യാ, മോക്ക് ചെയ്തു. മെയിൻസിന്റെ മോക്ക് എന്ത് ചെയ്യണം, ഒരു 2 എണ്ണം ഒക്കെ ചെയ്യണം. മെയിൻസിന്റെ മോക്ക് ഒരു 2 എണ്ണം പെർ വീക്കിൽ ചെയ്താൽ നല്ലതാണ്. മെയിൻസിന്റെ മോക്ക് 2 എണ്ണം, സോറി. അപ്പോൾ മെയിൻസിന്റെ മോക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 എണ്ണം വീക്കിലി ചെയ്താൽ നല്ലതാണ്. പ്രിലിംസ് ഞാൻ ലിമിറ്റ് ഒന്നും പറയുന്നില്ല, മിനിമം ആണ് 3 എണ്ണം പറഞ്ഞത്. മെയിൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്കില് ഈ പറഞ്ഞ പോലെ 2 എണ്ണം ചെയ്യുക. മിനിമം ആട്ടോ പറഞ്ഞത്, മാക്സിമം നിങ്ങൾക്ക് എന്തോരം സമയം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾ വൺസ് നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്ത് സ്പീഡ് ആക്യുറസിയും ഡെവലപ്പ് ചെയ്താൽ പിന്നെ നിങ്ങൾ മോക്കുകൾ ചെയ്താൽ മതി. അപ്പൊ മോക്കുകൾ ഡെയിലി ചെയ്യണം. അപ്പൊ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അനാലിസിസ് മിസ്റ്റേക്സ് ആൻഡ് വീക്ക് ഏരിയാസ്. നമുക്ക് നമ്മളുടെ വീക്ക്നെസ്, മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യണം. വേണ്ടേ? നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയയും നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാതെ എന്ത് ചെയ്യരുത്, അനാലിസിസ് ചെയ്യാതെ ആ മോക്ക് ചെയ്തു എനിക്ക് ഇത്ര മാർക്ക് അടച്ചു വെക്കരുത്. നമ്മൾ നമ്മളുടെ വീക്ക്നെസ്സും അതേപോലെ മിസ്റ്റേക്കുകളും മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്ത് അടുത്ത ടെസ്റ്റിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വേണം. ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെയാണ് പോകേണ്ടത്, അത് ഇങ്ങനെ വരാനായിട്ട് ഇടവരുത്തരുത്. അല്ലാതെ ഇങ്ങനെ ഒന്നും വരാനായിട്ട് ഇടവരുത്തരുത്. മെയിൻറ്റെയിൻ ആൻഡ് എറർ നോട്ട് ബുക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എഴുതി വെക്കുക. ഇന്ന ദിവസം ഞാൻ ചെയ്തപ്പോൾ ഇന്നൊരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചു, അങ്ങനെ എഴുതി വെക്കുക. പിന്നെ ഒരിക്കലും ആ ബുക്കിൽ ആ തെറ്റ് ആവർത്തിക്കാനായിട്ടുള്ള ഇടവരുത്തരുത്. പറഞ്ഞ മനസ്സിലായോ? ഒരു വട്ടം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്തപ്പോൾ ഞാൻ കൂടുതൽ സമയം എടുത്തു, റെഡിൽ എഴുതി വെച്ചു, പിന്നെ ഒരിക്കലും നിങ്ങൾ കൂടുതൽ സമയം എടുക്കാൻ പാടില്ല. അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത മോക്ക് ടെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ ആ ഒരു തെറ്റ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? എന്നിട്ട് വേണം അടുത്ത മോക്ക് ചെയ്യാനായിട്ട്. അതേപോലെ റീസണിങ്ങിലായാലും ഇംഗ്ലീഷിലായാലും ജനറൽ അവയർനെസ്സിലായാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുതൽ കാണിക്കുന്ന എല്ലാവരും. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. എക്സാം പാറ്റേൺ, പ്രിലിംസ്, മെയിൻസ്, LPT. പ്രിലിംസിന് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മെയിൻസിന്റെയും നോക്കി, LPTയുടെയും കാര്യങ്ങൾ നോക്കി. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രിലിംസിന്റെ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. മെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ബേസിക്, പക്ഷെ കുറച്ച് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ബേസ് എന്താണ്, ഫൗണ്ടേഷൻ സെയിം ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിലബസ് ഒരു 50% കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങണം. മെയിൻസിന്റെ പഠനം ഇതിന്റെ കൂടെ കൊണ്ടുപോകണം. ഇപ്പൊ പ്രിലിംസിന്റെ മോക്കുകൾ നിങ്ങൾ ചെയ്തു, എന്നാലും മെയിൻസിന്റെയും ആഴ്ചയിൽ 2 or 3 ചെയ്യാനായിട്ടുള്ള കരുതൽ കാണിക്കാം. ടൈം കിട്ടുന്ന അനുസരിച്ച് മിനിമം ആണ് ഞാൻ പറഞ്ഞ് 2 എണ്ണം ചെയ്തിരിക്കണം. പ്രിലിംസ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി 1 ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ. ആക്യുറസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ അറ്റംപ്റ്റ്സ്. 100 എണ്ണം ചെയ്ത് 50 എണ്ണം ശരിയാക്കുന്നതിലല്ല കഴിവ്, 90 എണ്ണം ചെയ്ത് 90 എണ്ണം കറക്റ്റ് ആക്കുന്നതിലാണ് നമ്മളുടെ കഴിവ്. ദാറ്റ് ഈസ് ആക്യുറസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ അറ്റംപ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ എന്താണ്, വിത്ത് ഇൻ ടൈം. അതുകൂടി ഞാൻ ആഡ് ചെയ്യാണ്. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ക്ലിയർ അല്ലേ? കറക്കി കുത്തി അല്ലെങ്കിൽ ചക്ക വീണു മുയൽ ചത്തു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഡു നോട്ട് ഗസ് ബ്ലൈൻഡ്ലി. ഇപ്പൊ നിങ്ങൾക്ക് 2
ചോയ്സ് ആണ്. 50%, 50-50 ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, അത് വേണമെങ്കിൽ കറക്കി കുത്തിക്കോ. അതല്ലാതെ ചുമ്മാ കറക്കി കുത്തരുത്. രണ്ട് ഓപ്ഷനും എന്തായാലും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാം. റിവൈസ് ബേസിക്സ് റെഗുലർലി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഷോർട്ട് നോട്ടുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ എഴുതി വെക്കണം. റിവിഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. എന്താണ് റിവിഷൻ? റിവിഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും നേടാൻ പറ്റില്ല. റിവൈസ് ബേസിക്സ് റെഗുലർലി, വീക്കിലി ചെയ്തോ കുഴപ്പമൊന്നുമില്ല, മന്ത്ലി ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ജനറൽ അവയർനെസ് പഠിക്കുമ്പോൾ ഡെയിലി എഴുതി വെക്കണം. പിറ്റേ ദിവസം മോർണിംഗ് എഴുന്നേറ്റ് അതൊന്ന് വായിച്ചു നോക്കണം. വീക്കിലി വൺസ് ഒന്ന് വായിച്ചു നോക്കാം, മന്ത്ലി വൺസ് ഒന്ന് വായിച്ചു നോക്കാം, 3 മാസം കൂടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ നിങ്ങൾ എക്സാമിന് പോണേക്കാളും ഒരാഴ്ച മുന്നേ അതൊന്ന് റിവൈസ് ചെയ്താൽ മതി, സെറ്റ് ആയിരിക്കും. അല്ലാതെ ഇതെല്ലാം കാണാപ്പാഠം പഠിക്കാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും ഇല്ല. അപ്പോ റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് കോൺഫിഡന്റ്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതും കൂടി ആഡ് ചെയ്യാം. സെൽഫ് മോട്ടിവേഷൻ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കും, നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എന്താ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കണ്ട. പലരും പല കാര്യങ്ങളും പറയും. കാരണം നമ്മൾ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ നമ്മളുടെ എഡ്യൂക്കേഷൻ അവിടെ നമ്മൾ എന്താണ്, നമുക്കിത് പഠിച്ചുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല, നമുക്ക് ജോലി കിട്ടണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സെറ്റ് ആയിരിക്കണം. മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ ഇതിലേക്ക് കേൾക്കാം, അത് ഇതിലേക്കൂടെ കടത്തിവിടുക. അതല്ലാതെ അതിലാലോചിച്ച് വിഷമിക്കാനോ ഒരു വട്ടം ഫെയിലായി എന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞ് തളർന്നിരിക്കാനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മെനക്കെടരുത്. നമ്മൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഞാനൊരു തീരുമാനം എടുത്തു, എൻ്റെ ലക്ഷ്യം, എയിം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലേക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നാലോചിച്ച് ഉറപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാം. എന്നും പറഞ്ഞ് പഠിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഇടണം. അതിൽ എന്ത് വർക്ക് ഉണ്ട്? സ്മാർട്ട് വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? സോറി, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് ബുക്കുകൾ കിട്ടും, ഇതെല്ലാം മേടിച്ച് ഇത്രയ്ക്ക് അട്ടിയിൽ മേടിച്ചു വെച്ചു, വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ? നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ നിങ്ങൾ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലൊരു ഗൈഡ് ഉണ്ടാവുക, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക, നെഗറ്റീവ് തോട്ടുകളെ അവോയ്ഡ് ചെയ്യാം. അതേപോലെ നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്പുകൾ എന്ത് ചെയ്യുക? ഒരുത്തം വിളിച്ചിട്ട് പറയാണ്, ഫോൺ വിളിച്ചിട്ട്, ഹലോ അതൊന്നും കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. അവരാണോ അത് തീരുമാനിക്കുന്നേ? അല്ല. എനിക്ക് അത് സാധിക്കും എന്നുള്ളത് എന്റെ കോൺഫിഡന്റ് ആണ്, എന്റെ ഉറപ്പാണ്, എനിക്കത് സാധിക്കും, ഞാനത് കാണിച്ചു കൊടുക്കും ഇവരുടെ മുന്നിലൂടെ. എന്നെ ഇപ്പൊ കളിയാക്കുന്ന ആൾക്കാരുടെ മുന്നിലൂടെ ഞാൻ നെഞ്ചും വിരിച്ച് നടക്കും എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരുമ്പോ ഒരു ജോലി, ബാങ്കിങ് കരിയറിൽ നല്ലൊരു ജോലിയുമായിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കണം. വേറെ ആര് എന്ത് പറഞ്ഞാലും അതെന്നെ എഫക്ട് ചെയ്യില്ല എന്നും കൂടി ഉറപ്പാക്കുക. സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് കോൺഫിഡന്റ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ്. ഡിപ്രഷൻ ഒന്നായിട്ട് ഇരിക്കേണ്ട, നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, നല്ല അടിപൊളിയായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, അതിലൊരു സംശയവും ഇല്ല. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഒരു പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനു വേണ്ടി ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം എന്താണ്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ SBI ഉണ്ട്. ഇനി വരാൻ പോകുന്ന കൊല്ലം 2026 ബാങ്ക് സ്വപ്നം SBIയിൽ ഒതുക്കണ്ട. കാരണം എന്താ? SBI മാത്രമല്ല വിളിക്കുന്നത്, ഈ സെയിം സിലബസ് നിങ്ങൾ പഠിച്ചാൽ നബാർഡ്, സെബി, RBI, FCI, ESIC, EPFO, IBPS PO, IBPS ക്ലർക്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, RRB PO, RRB ക്ലർക്ക് തുടങ്ങി ഒട്ടനവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് 2026. ഓക്കെ അല്ലേ? അപ്പൊ അതിനായിട്ട് എൻട്രി നിങ്ങളെ കൂടിയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന ബാച്ച് ഉണ്ട് അല്ലെ?
1 ഇയർ കോഴ്സാണ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ഫുൾ സിലബസ് സെറ്റ് ആക്കി തരും. A to Z കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ തുടങ്ങിയ A to Z കാര്യങ്ങളുടെ സിലബസ് ഫുള്ള് നിങ്ങൾക്ക് തറവാക്കി തരും. അതിനുശേഷം നിങ്ങൾക്ക് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ടാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, കറക്റ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്ത് പഠിക്കണം അത് കറക്റ്റ് പറഞ്ഞു തരുന്ന മെന്ററുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിക്കും. ഡെയിലി അസസ്മെന്റ് ടെസ്റ്റുകളുണ്ട്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ, അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത്, കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നൈറ്റ് ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്, റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ട്. സോ അതിലേക്കൂടെയൊക്കെ നിങ്ങൾ സിലബസ് കവർ ആയതിനു ശേഷം നമ്മൾ എക്സാമുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റേഴ്സിന് നിങ്ങളുടെ കഴിവിനെ കുറിച്ചൊരു ധാരണ കിട്ടും. മെന്റർ പറയാണ്, നിങ്ങൾ റീസണിങ് ചെയ്യാനായിട്ട് ഇത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, പസിൽ ഇത്തിരി വീക്കാ, അല്ലെങ്കിൽ DAയിൽ ഇത്ര വീക്കാ, റീഡിംഗ് കോംപ്രഹെൻഷൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് പിന്നാക്കാണ്. ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കോച്ചിങ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് 3 മന്തിൽ നിങ്ങൾക്ക് തരും. ആദ്യത്തെ 3 മന്തില് ഫുൾ സിലബസ് കവർ ചെയ്തു, നെക്സ്റ്റ് 3 മന്തില് വീക്ക്നെസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കോച്ചിങ്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്, മെയിൻസ് അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ കിടക്കും. നമുക്ക് പ്രിലിംസ് മാത്രമല്ല മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻ അവിടെയുണ്ട്. ലാസ്റ്റ് 3 മന്തിൽ ഇപ്പൊ നമുക്ക് ക്ലർക്കില് ഇപ്പൊ നമ്മളുടെ എന്താണ് ഇന്റർവ്യൂ ഇല്ല, പക്ഷെ PO എക്സാമുകളാണെങ്കിൽ ഇൻഷുറൻസ് മേഖലകളിലും നമുക്ക് എക്സാമുകൾ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവും ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, അതായത് നമുക്ക് എസ്സേ റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ കോച്ചിങ്ങും അതേപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് ഓഫീസർ പോസ്റ്റുകളിലേക്ക്, ഇന്റർവ്യൂവിന്റെ കോച്ചിങ്ങും പേഴ്സണാലിറ്റി ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിന്റെ കോച്ചിങ്ങും എല്ലാം അടക്കമാണ് നമ്മളുടെ ഗോൾഡ് ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഡെയിലി ക്വിസുകള്, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകള്, ഫുൾ മോക്ക് ടെസ്റ്റുകള് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്കുള്ളത്. അതിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ്. അത് കൂടാതെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകൾ, വാട്സാപ്പ് ഗ്രൂപ്പ് ആക്സസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മളുടെ ഗോൾഡ് ബാച്ചിൻ്റെതായിട്ടുണ്ട്. അപ്പൊ ഒട്ടും വൈകിട്ടില്ല, 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ റെഡി ആവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തായിരിക്കണം, നോട്ടിഫിക്കേഷൻ വരുമ്പോ യെസ് ഞാൻ റെഡിയാണ്, ഞാൻ വന്നതാ എക്സാം എഴുതുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ പഠനം ഇപ്പോഴേ തുടങ്ങണം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും കാര്യമില്ല. നമുക്ക് ഇത്ര സമയം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പഠിച്ചോ. ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാം. എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളുടെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. നമ്മളുടെ ഫോൺ നമ്പറാണ്, നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് 2-3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചും അപ്കമിങ് എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താലും മതി. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ തരും. എന്നിട്ടും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ മറക്കണ്ട, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഞാൻ ഇത്രയും നേരം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിലൊക്കെ പ്രിലിംസ് വരും. പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് 2 ആഴ്ച കൊണ്ട് മെയിൻസ് നടക്കും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിലിംസ് പാസ്സാവുക, മെയിൻസ് പാസ്സാവുക എന്നുള്ളതാണ്. ഇപ്പൊ LPTക്ക് ആയാലൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും, അത് മതി. ഇന്റർവ്യൂവിനായാലും നമുക്ക് സമയം കിട്ടും. മെയിൻസിന്റെ പഠനവും പ്രിലിംസിന്റെ പഠനവും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. അതിൽ ജനറൽ അവയർനെസിന്റെ പഠനവും ഡെയിലി കൊണ്ടുപോകണം. അപ്പൊ ഡെയിലി നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കണം. നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, 2026 ചിലപ്പോൾ 2025 ചിലപ്പോൾ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമായിരിക്കും. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയില്ല, നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തന്ന വർഷമായിരിക്കും. പക്ഷെ 2026 നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.